ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഉപ്പുമാങ്ങ ചാറാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പുമാങ്ങ 4 എണ്ണം, തേങ്ങ 1/2 കപ്പ്, ചെറിയുള്ളി 3 എണ്ണം, വെളുത്തുള്ളി 1 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ, കറിവേപ്പില കുറച്ച്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പുമാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടിരിക്കുന്നുണ്ട്. നല്ല ഉടഞ്ഞ ഉപ്പുമാങ്ങയാണെങ്കിൽ കുക്കറിൻ്റെ അകത്ത് വെക്കേണ്ട കാര്യമില്ല, നമ്മൾ പാത്രത്തിൽ വെച്ച് വേവിച്ചാൽ മതി. ഇത് നല്ല കട്ടിയുള്ള ഉപ്പുമാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിൻ്റെ അകത്ത് വെക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകും, കുറച്ച് വെള്ളം ഒഴിക്കുക, അല്പം മഞ്ഞൾപ്പൊടി, എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കാം. നമുക്ക് ഉപ്പുമാങ്ങ വേകുന്ന സമയം കൊണ്ട് അതിനകത്ത് വേണ്ട അരപ്പൊന്ന് അരച്ചെടുക്കാം. തേങ്ങ 3 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ഇത്രയും നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മുടെ ഉപ്പുമാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ഒന്ന് കഴുകി ചെറുതായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കടുകും കൂടെ പൊട്ടിക്കണം. നമ്മൾ ഉപ്പ് ചേർത്തില്ല, ഉപ്പുമാങ്ങയ്ക്ക് ഉപ്പുള്ളത് കൊണ്ടാണ് ചേർക്കുക. ഇനി ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ കടുകും കൂടെ പൊട്ടിക്കാം. നമ്മുടെ പാത്രം ചൂടായി, എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് ചെറിയുള്ളി 2 എണ്ണം, കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർക്കാം. നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്